Hello everyone. Suppose നമ്മൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് സാധനം വാങ്ങാനായിട്ട് പോയേക്കാണെന്ന് വിചാരിക്കാം. എനിക്ക് കുറച്ച് സാധനങ്ങൾ വേണം. ഒരു 2.5 കിലോ ആപ്പിൾ വേണം. ആൻഡ് 1 മീറ്ററിൻ്റെ ഒരു സ്കെയിൽ വാങ്ങണം. പിന്നെ ഒരു 1/2 കിലോ, ദാറ്റ് ഈസ് 500 ഗ്രാം ടീ പൗഡർ, ചായപ്പൊടി വേണം. ആൻഡ് എ സെറ്റ് ഓഫ് ഗ്ലാസസ്, അതിൻ്റെ കപ്പാസിറ്റി എന്ന് പറഞ്ഞത് 1 ലിറ്റർ ആയിരിക്കണം. സോ ഹൈപ്പർ മാർക്കറ്റാണ്. സോ ഇറ്റ് ഈസ് സെൽഫ് സർവീസ്. വി ഹാവ് ടു ചൂസ്. നമ്മൾ വേണം തിരഞ്ഞെടുക്കാൻ. സോ അതിൻ്റെ എമൗണ്ട്, ഞാൻ പറഞ്ഞതിൻ്റെ എമൗണ്ട് കൂടാനോ കുറയാനോ പാടില്ല. സോ പറഞ്ഞു വന്നത്, ദ മെഷർമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ഡെയിലി ലൈഫ്. സോ ലെറ്റ് us ഡിസ്കസ് ക്ലാസ് 11th സ്റ്റാൻഡേർഡ് 2nd ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. ഞാൻ മുനീബ് ഹനീഫ and welcome to our Physics Plus YouTube channel. In our class, we will discuss chapter-le important concepts, then previous year's questions, and the last previous year's entrance questions. നീറ്റിലും കീമിലും ജെയിലൊക്കെ വന്നിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. സോ അങ്ങനെയായിരിക്കും നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു പാറ്റേൺ. സോ നമുക്ക് തുടങ്ങാം. ഇതാണ് ചാപ്റ്ററിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ഓവർവ്യൂ. വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഫസ്റ്റ് വൺ, എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഓക്കെ, ദെൻ കംസ് ഡയമെൻഷൻസ്, then comes significant figures, then comes errors. ഈ 4 ടോപ്പിക്സിൻ്റെ അണ്ടറിൽ നിന്നുകൊണ്ടാണ് we are going to discuss. Okay, so let us discuss what is this physical quantities. Physical quantity എന്ന് പറഞ്ഞാൽ the things which we can measure. നമുക്ക് അളക്കാൻ കഴിയുന്ന എന്ത് സാധനങ്ങളെയും നമ്മൾ എന്താ പറയുക, ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്നാണ് പറയുക. അപ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളും അളക്കാൻ പറ്റുമോ? നോ. അളക്കാൻ പറ്റാത്ത ഒന്നുണ്ട്. എന്താണ് അളക്കാൻ പറ്റാത്ത ഒന്നാണ്? ഫീലിങ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഫീലിങ്സ്, വി കാൺ മെഷർ അവർ ഫീലിങ്സ്, റൈറ്റ്? സോ അളക്കാൻ പറ്റുന്ന കാറ്റഗറീനെ, ക്വാണ്ടിറ്റീസിനെ നമുക്ക് 2 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. വൺ ഈസ് ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റി ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് ഡിറൈവ്ഡ് ഫിസിക്കൽ ക്വാണ്ടിറ്റി. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ തന്നെ ആ വേർഡ് തന്നെ ഉണ്ട് അർത്ഥം. ദേ ആർ ദ ബേസ്. ഫണ്ടമെൻ്റൽ എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, ഇൻഡിപെൻഡൻ്റ് ആണ്. സോ ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. ദേ ആർ ഇൻഡിപെൻഡൻറ്റ്. അത് ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ്. ആൻഡ് ദേ ആർ ദ ബേസ്. ഫോർ എക്സാമ്പിൾ, മാസ് നമുക്ക് മെഷർ ചെയ്യാൻ കഴിയും. ലെങ്ത്, യെസ്, വി ക്യാൻ മെഷർ ദ ലെങ്ത്. ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ ആൻഡ് ദിസ് ബ്രൈറ്റ്നെസ്, ലൂമിനസ് ഓഫ് ഇൻറ്റൻസിറ്റി, അതെല്ലാമാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ബേസിക് ക്വാണ്ടിറ്റീസ് ആയിട്ട് നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ലെറ്റ് us ലുക്ക് വാട്ട് ഇസ് ഡിറൈവ്ഡ്. എന്താണ് ഡിറൈവ്ഡ് നോക്കാം. ഡിറൈവ്ഡ് എന്ന് പറഞ്ഞാൽ തന്നെ വേർഡ് തന്നെ ഉണ്ട് അർത്ഥം. എന്ത് ചെയ്യാണ്? അത് ഡിറൈവ് ചെയ്തേക്കാണ്, അത് ഉണ്ടാക്കിയേക്കാണ്. എവിടെ നിന്നാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? ബേസിൽ നിന്ന്, റൈറ്റ്? സോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദി ഫണ്ടമെൻ്റൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. എക്സാമ്പിൾ, വെലോസിറ്റി. എന്താ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വി ഹാവ് സ്റ്റഡീഡ് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്. അടുത്ത ചാപ്റ്ററിലാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വരുന്നത്. സോ വെലോസിറ്റീൻ്റെ ഫോർമുല നമ്മൾ 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആണ്, റൈറ്റ്? ആക്സിലറേഷൻ, എന്താണ് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ഇതിൽ നിന്ന് വെലോസിറ്റി വരുന്നത് ഇവിടെ നിന്നാണ്, ആക്സിലറേഷൻ വരുന്നത് ഇവിടെ നിന്നാണ്. സോ ഓൾ ദീസ് ഫോർമുലാസ്, വർക്ക്, force, then comes impulse, momentum, so many things, അതെല്ലാം വരുന്നത് from the fundamental. So we have grouped everything into another category. അവരെ പറയുന്ന പേരാണ് derived physical quantities. Clear ആണോ? Let us come to our heading of the chapter, units. എന്താണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ് യൂണിറ്റ്? ഒരു ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ കയ്യിൽ 1 മീറ്ററിൻ്റെ സ്കെയിലുണ്ട്. ആ സ്കെയിൽ ഞാൻ
ഇവിടെ നിന്ന് മെഷർ ചെയ്താൽ അതിൻ്റെ ലെങ്ത് 1 മീറ്റർ ആണെങ്കിൽ ഞാനത് വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് മെഷർ ചെയ്താലും അതിൻ്റെ ലെങ്ത് എന്ത് ചെയ്യാൻ പാടില്ല, ചേഞ്ച് ചെയ്യാൻ പാടില്ല. റൈറ്റ്. സോ ഞാൻ പറഞ്ഞു വന്നത് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ട് നമ്മുടെ നാട്ടിൽ നിന്നല്ല എവിടെ നിന്ന് മെഷർ ചെയ്താലും അതിൻ്റെ മെഷർമെൻറ്റ്സ്, അതിൻ്റെ ക്വാണ്ടിറ്റീസ് ഒന്നും എന്താവാൻ പാടില്ല, മാറാൻ പാടില്ല. ഇപ്പോൾ 1 കിലോഗ്രാം ഗോൾഡ്, 1 കിലോഗ്രാം ഓഫ് ഗോൾഡ് വെൻ വി മെഷർ ഇറ്റ് ഫ്രം അവർ സ്റ്റേറ്റ്, നമ്മുടെ സ്ഥലത്ത് നിന്ന് മെഷർ ചെയ്യുന്നതും വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി മെഷർ ചെയ്താലും 1 കിലോഗ്രാം എന്നുള്ളത് കൂടാനോ കുറയാനോ പാടില്ല. സോ വി നീഡ് എ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോമാറ്റ്. അതിനെ നമ്മൾ പറയുന്ന ഒരു സിമ്പിൾ വേർഡാണ് യൂണിറ്റ്സ്. ക്ലിയർ ആണോ? അപ്പോൾ ഈ ഫണ്ടമെൻ്റൽ ക്വാണ്ടിറ്റീസിനെല്ലാം എന്ത് നിർബന്ധമാണ്? മാസിന് എന്ത് നിർബന്ധമാണ്? ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് നിർബന്ധമാണ്. ലൈക്ക് വൈസ് ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട് എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് നിർബന്ധമാണ്. സോ വി ക്യാൻ പുട്ട് ദിസ് ഇൻ ടേംസ് ഓഫ് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. അല്ലെങ്കിൽ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന് തന്നെ എന്തും വേണം നമുക്ക്. We should need units for all these physical quantities. So എന്തൊക്കെ പോസിബിൾ ആണ് മാസിൻ്റെ യൂണിറ്റ്സ്? വി ആർ ഹാവിങ് ഇൻ്റർനാഷണലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കുറേ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ട് നമുക്ക് ഈ യൂണിറ്റ്സ് ആവണമെങ്കിൽ. ഫോർ എക്സാമ്പിൾ, മാസിന് നമ്മൾക്ക് കൊടുക്കാൻ കഴിയുന്ന യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ കിലോഗ്രാം. റൈറ്റ്? നമ്മൾ കിലോഗ്രാമിൽ മാസും മെഷർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കിലോഗ്രാം അല്ലെങ്കിൽ വേറെന്താ നമുക്കറിയാവുന്നത് ഗ്രാമാണ്. ഗ്രാമിൽ നമുക്ക് മാസ് മെഷർ ചെയ്യാം. റൈറ്റ്? പിന്നെയോ മില്ലിഗ്രാം, അതിനേക്കാളും ചെറുതും mg. റൈറ്റ്? ലെങ്ത്തിന് നമുക്ക് എങ്ങനെയൊക്കെ മെഷർ ചെയ്യാം? വി ക്യാൻ മെഷർ ലെങ്ത് ഇൻ ടേംസ് ഓഫ് മീറ്റർ. ഇത്ര മീറ്റർ മെഷർ ചെയ്തൂടെ? അനദർ യൂണിറ്റ് എന്താണ്? കിലോമീറ്റർ. എനിക്ക് കിലോമീറ്റർ ആയിട്ട് മെഷർ ചെയ്യാം. പിന്നെയോ സെൻറ്റിമീറ്റർ ആയിട്ട് മെഷർ ചെയ്യാം. റൈറ്റ്? സോ വി ആർ ഹാവിങ് ഡിഫറെൻറ്റ് യൂണിറ്റ്സ്, സ്റ്റാൻഡേർഡൈസ്ഡ് യൂണിറ്റ്സ്. ടൈം, ഫോർ എക്സാമ്പിൾ, ടൈമിൻ്റെ യൂണിറ്റ് എന്താ? സെക്കൻഡ്, മില്ലി സെക്കൻഡ്. വി ക്യാൻ റൈറ്റ് ഇലക്ട്രിക് കറണ്ട്. സിമിലർലി ഇവിടെയും ഓരോ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിനും നമുക്ക് എന്ത് പോസിബിൾ ആണ്? വി ക്യാൻ ഹാവ് ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആസ് ലൈക്ക് ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ക്ലിയർ ആണോ? സോ വെലോസിറ്റിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? വെലോസിറ്റിൻ്റെ യൂണിറ്റ് വിൽ ബി മീറ്റർ പെർ സെക്കൻഡ്. ആക്സിലറേഷൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ്റെ യൂണിറ്റ്സ്. ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. റൈറ്റ്? സോ ദീസ് ആർ ദ യൂണിറ്റ്സ് ഫോർ ദി ഡിറൈവ്ഡ് ക്വാണ്ടിറ്റീസിൻ്റെ യൂണിറ്റ്സ് ആണ് ഇതെല്ലാം. സോ ലെറ്റ് us come to the next topic, that is dimensions. എന്താണ് ഡയമെൻഷൻസ്? നമുക്കതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. പവേഴ്സ് വിച്ച് ആർ റേസ്ഡ് ഓൺ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് ടു റെപ്രസെൻറ്റ് എ ഡിറൈവ്ഡ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഡിറൈവ്ഡ് യൂണിറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ പവേഴ്സ്. തിരിഞ്ഞോ? സോ ഡിറൈവ്ഡ് യൂണിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്, നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിരുന്നു ഡിറൈവ്ഡ് യൂണിറ്റ്സ് ആർ ഫ്രം ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ആ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ പവേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയമെൻഷൻസ് എന്ന് പറയാം. ക്ലിയർ ആണോ? സോ നമുക്കറിയാം ഏതൊക്കെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. നേരത്തെ പറഞ്ഞിരുന്നു മാസ്, ലെങ്ത്, ടൈം, ഇലക്ട്രിക് കറണ്ട്, ടെമ്പറേച്ചർ. ദർ ആർ സോ മെനി തിങ്സ്. ബട്ട് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിൻലി വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ദ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ് എം, എൽ, ടി. വൈ ദിസ് ബ്രാക്കറ്റ്? ഇങ്ങനെയാണ് നമ്മൾ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിനെ റെപ്രസെൻ്റ് ചെയ്യാറ്, വിത്ത് ദിസ് ബ്രാക്കറ്റ്. ഓക്കെ? സോ നമ്മൾ സപ്പോസ് വി വാണ്ട് എ ഡിറൈവ്ഡ് യൂണിറ്റ്. എനിക്ക് എന്ത് വേണം? ഒരു ഡിറൈവ്ഡ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ വെലോസിറ്റി. വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ എന്താണെന്ന് സപ്പോസ് ക്വസ്റ്റ്യൻ, വളരെ ബേസിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ. സോ വെലോസിറ്റി ആദ്യം നമുക്ക് എന്ത് എഴുതാം? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഡിറൈവ്ഡ് യൂണിറ്റ് ആണ്. സോ വെലോസിറ്റിൻ്റെ ഫോർമുല ഒന്ന് എഴുതാം നമുക്ക്. വാട്ട് ഈസ് വെലോസിറ്റി? വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എനിക്കറിയാം ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈമാണ്. ശരിയല്ലേ? അപ്പോൾ ആ വെലോസിറ്റിനെ നമ്മൾ എന്തിൻ്റെ ടേംസിൽ എഴുതണം? ഫണ്ടമെൻ്റൽ യൂണിറ്റ്സിൻ്റെ ടേംസിൽ എഴുതണം. സോ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആരാ? ഡിസ്റ്റൻസ് അല്ലേ? സോ ഡിസ്റ്റൻസിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിസ്റ്റൻസ് ഇസ് ലെങ്ത്. സോ ലെങ്ത് ബൈ ടൈം. ടൈമിൻ്റെ യൂണിറ്റ് ടൈം അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്തും? ടൈമിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക? സ്ക്വയർ ബ്രാക്കറ്റ്
t. Okay, so velocity in the fundamental, dimensions എന്ന് പറഞ്ഞാൽ എന്താവും? velocity dimension എന്ന് പറഞ്ഞാൽ L t താഴെ കിടക്കുന്നുണ്ടായിരുന്നു. when it come to the numerator it will be t raised to -1. അപ്പോൾ നമുക്ക് ഷോർട്ട് ആയിട്ട് ഇതിനെ എങ്ങനെ എഴുതാം? L t raised to -1 ആണ് വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെലോസിറ്റിൻ്റെ ഡയമെൻഷൻ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഇസ് ഫ്രം ദ ഡെഫിനിഷൻ എന്ത് വരും? പവർ വിച്ച് ആർ റേസ്ഡ് ഓൺ ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ഇതിൻ്റെ പവേഴ്സ് ഏതൊക്കെയാ? എല്ലിൻ്റെ പവർ എത്രയാ? 1. ടീൻ്റെ പവർ എത്രയാ? -1. എമ്മിനോട് വല്ല പവറുണ്ടോ? ഇല്ല. സോ വി ക്യാൻ റൈറ്റ് ദിസ് ആസ് m raised to 0. So what are the dimensions of velocity എന്ന് ചോദിച്ചാൽ ആൻസർ ഏതാ? 0. ഇതാണ് പവേഴ്സ്. 0, 1, this we can write here 1 and -1. So velocity dimension എന്ന് പറഞ്ഞാൽ mass raised to 0, L raised to 1, T raised to -1. ഇങ്ങനെ ഏതൊരു ഫോർമുലയും നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ we can take its dimensions. നമുക്കതിൻ്റെ ഡയമെൻഷൻസ് ഡെറൈവ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ് us take acceleration. എന്ത് വരും ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ? ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ we know acceleration is equal to simply nothing but velocity by time. ശരിയല്ലേ? വെലോസിറ്റി ബൈ ടൈം ആണ് ആക്സിലറേഷൻ. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? എനിക്കറിയാം വെലോസിറ്റി ഡയമെൻഷൻ നമുക്ക് നേരത്തെ അവിടെ കിട്ടിയിട്ടുണ്ട്. അതാരാ? m raised to 0. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 L 1 T raised to -1. ദിസ് ഈസ് അവർ വെലോസിറ്റി. സോ വെലോസിറ്റി ബൈ ടൈം ആണ്. സോ ഒരു ടൈം കൂടി താഴെ വന്നു. റൈറ്റ്. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് വരും? m raised to 0 L 1 T raised to -1 ആയിരുന്നു. താഴെ ഒരു ഡിനോമിനേറ്ററിലും കൂടി ഉണ്ട് ഒരു t. സോ ഇതും കൂടെ മുകളിലോട്ടു. സോ -1 സോ 2 പ്രാവശ്യം. സോ ദാറ്റ് ഈസ് -2. സോ ആക്സിലറേഷൻ്റെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? m0 L1 T raised to -1. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? m0 L1 T raised to -1. ക്ലിയർ ആണോ? സോ ലെറ്റ് us look some of the dimensional formula of some basic terms. ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസിന് ഡയമെൻഷണൽ ഫോർമുല ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എങ്ങനെയാണ് വരുന്നത് എന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫ്രീക്വൻസി. എന്താ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ? നമ്പർ ഓഫ് റിപ്പീറ്റേഷൻസ് പെർ സെക്കൻഡ്. സോ 1/t ആണ് ഫ്രീക്വൻസിയുടെ ഫോർമുല. എനിക്കറിയാം ടീൻ്റെ ഡയമെൻഷൻ എന്താ? t. സോ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് t raised to -1. t താഴെയായിരുന്നു, മുകളിൽ പോയി. സോ വാട്ട് ഇസ് ദ ഡയമെൻഷൻ ഓഫ് ഫ്രീക്വൻസി? m ഇവിടെ ഉണ്ടോ? m ഉണ്ടോ ഇവിടെ? നോ, m ഇല്ല. ലെങ്ത് ഉണ്ടോ ഇവിടെ? ലെങ്ത് ഇല്ല. സോ ജനറൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റിൽ എഴുതുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? എമ്മിൻ്റെയും എല്ലിൻ്റെയും ടീൻ്റെയും ഫോർമാറ്റിൽ എഴുതണം. ഇവിടെ ആക്ച്വലി ഫോർമുലയിൽ ആര് മാത്രമേ ഉള്ളൂ? ടി മാത്രമേ ഉള്ളൂ. സോ ഇൻ ജനറൽ സ്റ്റാൻഡേർഡൈസ്ഡ് ഫോർമാറ്റ് വി വിൽ റൈറ്റ് m raised to 0, L raised to 0, T raised to -1. ക്ലിയർ ആണോ? സോ സിമിലർലി വാട്ട് ഇസ് മൊമെൻറ്റം? എന്താ മൊമെൻറ്റം? ഡീറ്റെയിലി നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കും. വാട്ട് ഇസ് മൊമെൻറ്റം? മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്നാണ് അർത്ഥം. മാസ് എങ്ങനെയാണ് നമ്മൾ മാസിനെ റെപ്രസെൻറ്റ് ചെയ്യുക? വിത്ത് എ സ്ക്വയർ ബ്രാക്കറ്റ്. ഞാൻ സ്ക്വയർ ബ്രാക്കറ്റ് എപ്പോഴും ഇടുന്നില്ല എന്നേ ഉള്ളൂ. ഓക്കെ, യു ക്യാൻ റൈറ്റ് ഹിയർ സ്ക്വയർ ബ്രാക്കറ്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. യു ക്യാൻ അവോയ്ഡ്, ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഇറ്റ്സ് അപ് ടു യു. ഓക്കെ, സോ മാസിനെ വി ക്യാൻ റെപ്രസെൻറ്റ് വിത്ത് എ ക്യാപിറ്റൽ M. വെലോസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, യു ഷുഡ് നോ ബൈ ഹാർട്ട്. വെലോസിറ്റി അറിഞ്ഞിരിക്കണം എപ്പോഴും. L T raised to -1 ആണ് വെലോസിറ്റി. നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തിരുന്നു. റൈറ്റ്. സോ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എന്ന് പറഞ്ഞാൽ MLT raised to -1 ആണ്. ക്ലിയർ ആണോ? സോ വാട്ട് അബൌട്ട് ഫോഴ്സ്? യെസ്, വി നോ ഫോഴ്സ് ഫ്രം അവർ ലോവർ ക്ലാസ്സസ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. MA, F is equal to MA, ന്യൂട്ടൺസ് സെക്കൻഡ് ലോ. സോ M എന്ന് പറഞ്ഞാൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ M. ആക്സിലറേഷൻ നമ്മൾ നേരത്തെ വെലോസിറ്റി പറഞ്ഞപ്പോൾ തന്നെ ആക്സിലറേഷൻ പറയുന്നു. വാട്ട് ഇസ് ആക്സിലറേഷൻ? ബൈ ഹാർട്ട് അറിയണം. LT raised to -1. ഓക്കെ, അത് വീണ്ടും 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 പഠിക്കുമ്പോൾ നമുക്ക് വെലോസിറ്റിയും ആക്സിലറേഷനൊക്കെ സ്പീഡിൽ ഓർമ്മ വരും. LT raised to -2. റൈറ്റ്. സോ ഫോഴ്സിൻ്റെ ഡയമെൻഷണൽ ഫോർമുല എങ്ങനെയാണ്? MLT raised to -2. ക്ലിയർ ആണോ? സോ സിമിലർലി ലാസ്റ്റ് വൺ, ലെറ്റ് us take വർക്ക്. ആരാ വർക്ക് എന്ന് പറഞ്ഞാൽ? വി വിൽ സ്റ്റഡി ഇൻ അവർ കമ്മിങ് ചാപ്റ്റേഴ്സ്. വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് എന്നാണ് അർത്ഥം. F.D. ഡീറ്റെയിലി നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഇസ് F? ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല അറിയോ? ദേ കിടക്കുന്നത് ഇതല്ലേ ഫോഴ്സിൻ്റെ ഡയമെൻഷൻ ഫോർമുല. സോ MLT raised to -2. ഡിസ്റ്റൻസ്
ഇങ്ങനെ ഡിസ്റ്റൻസ് നമ്മൾ എഴുതാറ് ഡിസ്റ്റൻസ് ഇസ് നത്തിങ് ബട്ട് എൽ. സോ വാട്ട്സ് ദ ഡയമെൻഷൻ ഫോർമുല ഫോർ വർക്ക്? ദാ എത്ര എൽ ഉണ്ട് ഇവിടെ? 2 എൽ ഉണ്ട്. സോ എം എൽ സ്ക്വയർ ടി റൈസ് ടു -2. ഇങ്ങനെ ഏതൊരു ക്വാണ്ടിറ്റീൻ്റെയും ഫോർമുല നമുക്ക് അറിഞ്ഞാൽ അതിൻ്റെ എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റും? അതിൻ്റെ ഡയമെൻഷണൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റും. എവിടെ നിന്നാണ്? ഫ്രം ദി ഫണ്ടമെൻ്റൽ യൂണിറ്റ്സ്. ക്ലിയർ ആണോ? ലെറ്റ് us look what is the advantage of dimensional analysis. എന്തിനാണ് നമുക്ക് ഈ ഡയമെൻഷണൽ അനാലിസിസ്? What is the advantage? First point that is given in your textbook, to check the correctness of the formula. Very important. നമുക്കൊരു ഫോർമുല തന്നിട്ടുണ്ട്, എന്നിട്ട് ചോദിക്കുകയാണ് ഈ ഫോർമുല കറക്റ്റ് ആണോ അല്ലയോ? നമുക്കറിയാത്ത എത്രയോ ഫോർമുലകളുണ്ട്, ധാരാളം ഫോർമുലകളുണ്ട്. ഫോർ എക്സാമ്പിൾ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. ഇത് ന്യൂട്ടൻ്റെ ഫോർമുലയാണ്. നമ്മളോട് ചോദിക്കുകയാണ് ഇത് ശരിയാണോ തെറ്റാണോ? ഓക്കെ, യൂസിങ് ഡയമെൻഷണൽ അനാലിസിസ് നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ചെക്ക് വെദർ ദിസ് ഇസ് റൈറ്റ് ഓർ റോങ്. എങ്ങനെയാണെന്ന് നോക്കാം. ഡയമെൻഷണൽ അനാലിസിസ്, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ എന്താ അതിൻ്റെ കണ്ടീഷൻ? ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ക്വാണ്ടിറ്റിയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ ക്വാണ്ടിറ്റിയും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ക്വാണ്ടിറ്റി ഇൻ ദ സെൻസ് അതിൻ്റെ യൂണിറ്റ്സ് സെയിം ആയിരിക്കണം. രണ്ടും ഒന്നായിരിക്കണ്ടേ? എന്നാലല്ലേ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, റൈറ്റ്? സോ എസ് എന്ന് പറഞ്ഞാൽ അവർ തന്നിട്ടുണ്ട്. ഈ ഇക്വേഷനിൽ യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റിയാണ്. ഈ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടുണ്ടോ? യെസ്, നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. എസ് ഇസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം ഇത് ശരിയാണോ തെറ്റാണോ ഫ്രം ദി ഡയമെൻഷണൽ അനാലിസിസ്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുണ്ട്, യു എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ആണ് തന്നിട്ടുണ്ട്, എ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ് തന്നിട്ടുണ്ട്, ടി എന്ന് പറഞ്ഞാൽ ടൈം ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഡയമെൻഷണൽ അനാലിസിസ് വെച്ച് ചെക്ക് ചെയ്യാം. എസ് ഡിസ്റ്റൻസിൻ്റെ ഡയമെൻഷൻ നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യാറ്? ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ലെങ്ത് അല്ലേ, ദൂരം. സോ എൽ ആണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ. ഇത്രയേ ഉള്ളൂ. ഇവിടെ എന്തില്ല? മാസ് ഇല്ല, ലെങ്ത് ഇല്ല, ടൈം ഇല്ല. നമ്മളറിയാം നമ്മളെ സ്റ്റാൻഡേർഡ് ഡയമെൻഷൻ അനാലിസിസ് എഴുതുമ്പോൾ നമ്മളെ സ്റ്റാൻഡേർഡ് എന്താ എഴുതാറ്? എം എൽ ടി. ഇത് വെച്ചിട്ടാണ് നമുക്ക് കമ്പയർ. സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെങ്ത് മാത്രമേ ഉള്ളൂ. റൈറ്റ് ഹാൻഡ് സൈഡിൽ ആരൊക്കെ വരും? യു. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു യുവിൻ്റെ ഡയമെൻഷൻ ഫോർമുല കുറേ പ്രാവശ്യം പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർമ്മയിലിരിക്കും. എൽ ടി റൈസ് ടു -1 ആണ്. ഓക്കെ, ടി ഇത് വെലോസിറ്റിയാണ്. ടി ആരാ? ടി തന്നെ, ടൈം തന്നെ, ബേസിക് ആണ്, ഫണ്ടമെൻ്റൽ ആണ്. പ്ലസ് ഹാഫ് എന്ന് പറഞ്ഞൊരു സംഖ്യയാണ്. ദാറ്റ് ഡോണ്ട് നീഡ് എനി യൂണിറ്റ്സ്. അതിനൊരു യൂണിറ്റിൻ്റെ ആവശ്യമില്ല. ആക്സിലറേഷൻ നമ്മൾ വെലോസിറ്റി ഡിറൈവ് ചെയ്തപ്പോൾ അപ്പം തന്നെ പറഞ്ഞിരുന്നു എൽ ടി റൈസ് ടു -1 ആണ് വെലോസിറ്റി എങ്കിൽ വാട്ട് വിൽ ബി ആക്സിലറേഷൻ? എൽ ടി റൈസ് ടു -2. യെസ്, സോ -2. ടി സ്ക്വയർ എന്ത് ചെയ്താൽ മതി? നത്തിങ് ബട്ട് ടി സ്ക്വയർ ചെയ്താൽ മതി. വെരി സിമ്പിൾ. സോ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ നോക്കി എൽ, ഇവിടെ ഒരു ടി റൈസ് ടു -1 ഉണ്ട്, ഇവിടെ ടി റൈസ് ടു 1 ഉണ്ട്. സോ രണ്ടും കൂടി ആഡ് ചെയ്താൽ ബേസ് സെയിം ആണ്. സോ പവർ വി ക്യാൻ ആഡ്. സോ എന്ത് വരും? -1 + 1 എന്താ? 0. സോ ടൈം പോയി, ടി റൈസ് ടു 0. പ്ലസ് സിമിലർലി ഹിയർ ടി റൈസ് ടു -2, ടി റൈസ് ടു +2 എന്ത് വരും? അവിടെയും പോയി. സോ ടി റൈസ് ടു 0. സോ പറഞ്ഞു വന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എൻ്റെ ഡയമെൻഷൻ ലെങ്ത് ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ നോക്കി ഇത് എഴുതേണ്ട ആവശ്യമുണ്ടോ? എൽ പ്ലസ് എൽ. സോ എൽ. സോ ഇവിടെയും എൽ, റൈറ്റ് ഹാൻഡ് സൈഡിലും എൽ. ആഡ് ചെയ്താൽ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വി ജസ്റ്റ് ഹാവ് ടു ബോദർ വാട്ട് ഇസ് എ യൂണിറ്റ്. ഏതാ യൂണിറ്റ്? ലെങ്ത് ആണ്. ഇവിടെയും ലെങ്ത് ആണ് വരുന്നത്, ഇവിടെയും ലെങ്ത് ആണ്. സോ ഡയമെൻഷനലി ഇറ്റ് ഈസ് കമ്മിങ് ലെങ്ത്, ഹിയർ ഇറ്റ് ഓൾസോ ലെങ്ത്. സോ ഈ ഇക്വേഷൻ എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്ന് പറഞ്ഞ ഇക്വേഷൻ എന്താണ്? 100% കറക്റ്റാണ്. വി ഹാവ് പ്രൂവ്ഡ് ദാറ്റ് ബൈ ദി ഡയമെൻഷണൽ അനാലിസിസ്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിളും കൂടി നോക്കാം. ഓക്കെ, നിങ്ങൾ ചെയ്യണേ. ഹാഫ് എം വി സ്ക്വയർ ഈക്വൽ ടു എം ജി എച്ച്. ഈ ഇക്വേഷൻ ശരിയാണോ തെറ്റാണോ? യൂസിങ് ദി ഡയമെൻഷണൽ അനാലിസിസ്. ഒന്ന് ചെയ്തു നോക്കിയേ. എങ്ങനെ ചെയ്യാം? നമുക്ക് എങ്ങനെ ചെയ്യാം? ഞാൻ പറഞ്ഞു ഡയമെൻഷണൽ അനാലിസിസ് വെച്ചിട്ട് വീഡിയോ പോസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോ നോക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെയും റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെയും ഡയമെൻഷൻ കറക്റ്റായി വന്നാൽ ഈ ഇക്വേഷൻ ശരിയാണ്. ഓക്കെ, അല്ലെങ്കിൽ എവിടെയോ എന്തോ കുഴപ്പമുണ്ട് ഇക്വേഷനിൽ. നോക്കാം, ചെയ്ത് നോക്കാം. സോ ഞാൻ പറഞ്ഞു ഹാഫ് എന്ത് വേണ്ട? ഡയമെൻഷൻ ഇല്ല. മാസ് എന്താണ്? എം ആണ്, റൈറ്റ്? വെലോസിറ്റി നേരത്തെ എഴുതി, ഓർമ്മ ഉണ്ടോ? വാട്ട് ഇസ് വെലോസിറ്റി? ഡയമെൻഷൻ ഫോർമുല എൽ ടി റൈസ് ടു -1. കഴിഞ്ഞിട്ടില്ല, ദർ ഇസ് എ സ്ക്വയർ. കണ്ടോ?
റൈറ്റ്. അടുത്തത് എം. എമ്മിനെ എനിക്ക് എങ്ങനെ എഴുതാം? എം മാസിന്. ജി നമുക്കറിയാവുന്ന ആളാണ്. ആരാ ജി? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ആരെന്നെ? ആക്സിലറേഷൻ തന്നെ. ഓക്കെ. സോ ആക്സിലറേഷൻ ഡയമെൻഷൻ ഞാൻ പറഞ്ഞു നമുക്ക് ബൈ ഹാർട്ട് അറിയണം. എന്താണത്? LT⁻². സോ LT⁻². h എന്ന് പറഞ്ഞാൽ ഹൈറ്റാണ്. ഓക്കെ, ക്വസ്റ്റ്യനിൽ തരും എന്തൊക്കെയാണ് ആരൊക്കെയാണ്. സോ h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്. ഹൈറ്റിൻ്റെ ഡയമെൻഷൻ എന്താണ്? ഹൈറ്റ് ഡിസ്റ്റൻസ് L. ഓക്കെ. സോ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെയും റൈറ്റ് ഹാൻഡ് സൈഡിലെയും ഈക്വലായി വരുന്നുണ്ടോ നോക്കാം. വന്നാൽ ഇറ്റ് ഇസ് ഡൺ. സോ ML². അവിടെ സ്ക്വയർ കിടക്കുന്നുണ്ട്. T⁻². അപ്പോൾ എന്ത് വരും? T⁻². ദാറ്റ് ഈസ് ഈക്വൽ ടു M. ഇവിടെ എന്തെയാ? സ്ക്വയർ. 2 പ്രാവശ്യം വരുന്നില്ലേ? L². T⁻². കറക്റ്റ്. എമ്മിൻ്റെ പവർ ഇവിടെ 1, ഇവിടെ എമ്മിൻ്റെ പവർ 1. L². ഓക്കെ. സോ ദീസ് ആർ കറക്റ്റ്. ഓർ നമുക്കറിയാമായിരുന്നു എന്ത്? ഹാഫ് mv² എന്ന് പറഞ്ഞാൽ ഒരു കൈനറ്റിക് എനർജി ആണെന്ന് അറിയാം, നമ്മൾ പഠിച്ചതാണ്. mgh എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ എനർജി എന്നറിയാം. എന്ന് പറഞ്ഞാൽ ഇതും എനർജിയാണ്. ബട്ട് നൗ വി ഹാവ് പ്രൂവ്ഡ് ബൈ ഡയമെൻഷണൽ അനാലിസിസ് ദിസ് ഇക്വേഷൻ, എനർജി ഇക്വേഷൻ ആർ ഡയമെൻഷനലി കറക്റ്റ്. ക്ലിയർ ആണോ? സോ രണ്ടാമത്തെ ആപ്ലിക്കേഷൻ ഓർ അഡ്വാൻറ്റേജ് ഓർ ഡയമെൻഷണൽ അനാലിസിസ് ഇസ് to derive the relation connecting physical quantities. രണ്ട് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള റിലേഷൻ നമുക്ക് ഒരു അപ്രോക്സിമേറ്റ് റിലേഷൻ നമുക്ക് ആര് വഴി ഡെറൈവ് ചെയ്യാൻ പറ്റും? ഡയമെൻഷണൽ അനാലിസിസ് വഴി ഡെറൈവ് ചെയ്യാൻ പറ്റും. നോക്കാം എങ്ങനെയാണ്. ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു എക്സാമ്പിളാണ്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിനൊക്കെ എപ്പോഴും വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സപ്പോസ് ഫോർ എ സിമ്പിൾ പെൻഡുലം time period T depends on mass of the bulb, length of the string, time, mass, length, acceleration due to gravity, G, and derive the formula for time period T of the pendulum. Now question ഒന്ന് പറഞ്ഞുതരാം. എന്താ ക്വസ്റ്റ്യൻ? ഫോർ എ സിമ്പിൾ പെൻഡുലം ടൈം പീരീഡ് T ഡിപ്പെൻഡ്സ് ഓൺ മാസ് ഓഫ് ദി ബോബ്, ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി G, ആൻഡ് വി വോണ്ട് ടു ഡിറൈവ് ദ ഫോർമുല ഫോർ ദി ടൈം പീരീഡ്. ക്ലിയർ ആണോ? നമുക്ക് ഒരു സിമ്പിൾ പെൻഡുലം, ഓസിലേറ്റിംഗ് സിമ്പിൾ പെൻഡുലത്തിൻ്റെ ടൈം പീരീഡ് വേണം. എന്തൊക്കെ തന്നിട്ടുണ്ട്? അത് ആ ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ആ T മാസ് ഓഫ് ദ ബോബ്, ആ തൂക്കിയിട്ടുള്ള സാധനമല്ലേ, സോ ആ മാസ് ഓഫ് ദ ബോബിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, സിമ്പിൾ പെൻഡുലം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ആൻഡ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, താഴോട്ടുള്ള ആക്സിലറേഷൻ. വി വോണ്ട് ടു ഡെറൈവ് ദി ടൈം പീരീഡ്. സോ നമുക്ക് ചെയ്ത് നോക്കാം. Now, let us come to the question. തന്നിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് അല്ലേ, ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് ദ സ്ട്രിങ്, ടൈം പീരീഡ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. ശരിയല്ലേ? ഇത് മൂന്നാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത്. നമുക്കൊരു അപ്രോക്സിമേറ്റ് ഫോർമുല ഉണ്ടാക്കണം. എക്സാക്ട് ഫോർമുല ഉണ്ടാക്കാൻ നമുക്ക് കഴിയില്ല. ഓക്കെ, വി വിൽ കം ടു ദാറ്റ് പോയിന്റ് ലേറ്റർ. സോ മാസ് dimensional analysis ആണ്. So we are going to use the dimensional analysis method. So T directly proportional to mass. മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? M ആണ്. പക്ഷെ എനിക്കറിയില്ല ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസ് എങ്ങനെയാണെന്ന് അറിയില്ല. സോ മാസിൻ്റെ പവർ 1 ആണോ 2 ആണോ 3 ആണോ ഒന്നും അറിയില്ല. സോ വി ആർ സിംപ്ലി പുട്ടിങ് ഇറ്റ് ആസ് A ലെങ്ത്, B ഗ്രാവിറ്റേഷൻ, C.
എയും ബിയും സിയും എന്താണ് അതിൻ്റെ റിലേഷൻ എന്ന് പറയും. സോ വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഇസ് എ, ബി ആൻഡ് സി. ഓക്കെ, സോ ടൈം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മാസിൻ്റെ ഫണ്ടമെൻ്റൽ ഇസ് എം with a power a, and length we are going to write all the three in one equation. എല്ലാ മൂന്നും നമ്മൾ ഒരൊറ്റ ഇക്വേഷനിൽ എഴുതാൻ പോവാണ്. സോ എൽ, what is length? L, എല്ലിൻ്റെ പവർ എന്താ? b, and g എന്താണ്? g acceleration due to gravity. g എന്താണ്? lt raised to -2. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, വെരി ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് ആക്സിലറേഷൻ്റെ. ഞാനിവിടെ ബ്രാക്കറ്റ് ഇട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല, ഒന്നിനും ഞാൻ ബ്രാക്കറ്റ് ഇട്ടുന്നില്ല. സോ ഇവിടെ ദർ ഇസ് എ പവർ, മൊത്തത്തിൽ ജിക്ക് ഒരു പവർ ഉണ്ട്, ദാറ്റ് ഇസ് സി. സോ നമ്മൾ ഈ ഡയമെൻഷൻ അനാലിസിസ് നോക്കാൻ പോകണം. ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ എന്താ? ഐ എം ഗോയിങ് ടു റൈറ്റ് ദിസ് ആസ് ടൈമിൻ്റെ ഡയമെൻഷൻ നമുക്കറിയാം ടി ആണെന്ന് അറിയാം. ഓക്കെ, ഒരു ഇക്വേഷൻ കറക്റ്റ് ആവണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൻ്റെ ഡയമെൻഷൻ എന്താണോ അത് തന്നെ ആയിരിക്കണം റൈറ്റ് ഹാൻഡ് സൈഡിൻ്റെ. ശരിയല്ലേ? സോ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കമ്പയർ ചെയ്യാം. മാസ് ഉണ്ടോ? Whether there is any mass in the left hand side? No. So we can simply put it as m raised to 0. ഇല്ലല്ലോ, ഒന്നുമില്ല. m raised to 0 എന്ന് പറഞ്ഞാൽ എന്താ? 1 ആണ്, റൈറ്റ്? സോ എൽ ലെങ്ത് ഉണ്ട് ഇവിടെ? നോ. സോ എൽ raised to 0. ടൈം, yes, time is here. So let us compare the powers of left hand side and right hand side. അപ്പോൾ ആദ്യം നമുക്ക് മാസ് പറയാം. മാസിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താ? 0 ആണ്. റൈറ്റ് ഹാൻഡ് സൈഡിൽ എന്താ? എ ആണ്. മാസിൻ്റെ പവർ മാത്രം. ഓക്കെ, നൗ ലെറ്റ് us take ലെങ്ത്. ലെങ്ത്തിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എന്താണ്? ലെങ്ത്തിൻ്റെ പവർ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ലെങ്ത് ഇല്ലല്ലോ, കാരണം നമുക്ക് ടൈം പീരീഡിൻ്റെ ഫോർമുലയാണ് നമുക്ക് വേണ്ടത്. സോ വി ഡോണ്ട് നീഡ് എനി ലെങ്ത്. സോ എൽ ഇസ് 0. വാട്ട് അബൌട്ട് ദ റൈറ്റ് ഹാൻഡ് സൈഡ്? എൽ ഏത് വരും? ലെങ്ത് ഇവിടെ മാത്രമാണോ ലെങ്ത് ഉള്ളത്? അല്ല, ബി ഉണ്ട്. പിന്നെയോ ദാ ഇവിടെ കിടക്കുന്നുണ്ട് ലെങ്ത്. സോ എൽ ടി റൈസ് ടു -2. ദാ ഇവിടെ ആരുണ്ട്? സി ഉണ്ട്. സോ ആ സി ഇവിടെ വരുമ്പോൾ ബി പ്ലസ് സി, ബേസ് ആർ സെയിം, ദ പവേഴ്സ് ക്യാൻ ബി ആഡഡ്, ബി പ്ലസ് സി. ഓക്കെ, ഒരെണ്ണം കൂടി ഉള്ളൂ നമുക്ക്, അതാരാ? ടൈമാണ്. ഓക്കെ, ടൈം ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈം ഉണ്ട്. ഇവിടെ മാസും ലെങ്ത്തും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തത്? 0 ചെയ്തത്, റൈറ്റ്? സോ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ടൈം ഉണ്ട്. സോ അതിൻ്റെ പവർ എന്താണ്? 1 ആണ്, റൈറ്റ്? സോ റൈറ്റ് ഹാൻഡ് സൈഡിൽ ടീൻ്റെ പവർ ഏതാ? -2 ഇവിടെ കിടക്കുന്നുണ്ട്. ദാ ഇവിടെ g raised to c, ബിക്കോസ് വി ഡോണ്ട് നോ വാട്ട് ആർ ദ പവേഴ്സ്. നമ്മളെ എയിം എന്താ? വി വോണ്ട് ടു ഡിറൈവ് എ ഫോർമുല. എയും ബിയും സിയും കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഫോർമുലയാണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ടീൻ്റെ പവർ ഏതാ ഇവിടെ? -2 c. -2 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു, സി മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, സോ നമുക്ക് ഇവിടെ നിന്ന് ഒരു ഇക്വേഷൻ കിട്ടി. ധാരാ സി എന്ന് പറഞ്ഞാൽ ആര് വന്നു? ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ. സി എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് എന്ത് കിട്ടി? ഇത് താഴെ പോയി -1/2 ആണ് സി. ഒരെണ്ണം കിട്ടി. ഓക്കെ, ഇത് ഈ ഇക്വേഷൻ നോക്കി. ബി പ്ലസ് സി ഈക്വൽ ടു 0. സി എനിക്ക് കിട്ടിയോ? യെസ്, ഐ ഗോട്ട് സി എ. സോ ഐ എം നെയിമിങ് ദിസ് ആസ് ബി. സോ എനെ കൊണ്ടുപോയിട്ട് ബി കൊണ്ടുപോയി കൊടുത്തേ, എന്ത് കിട്ടും? സോ ബി പ്ലസ് സി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? -1/2. സോ ബി -1/2 ഈക്വൽ ടു 0. വാട്ട് അബൌട്ട് ബി? 1/2. ക്ലിയർ? ഇതിനെ റൈറ്റ് ഹാൻഡ് സൈഡിൽ കൊണ്ടുപോയി. സോ ബി is equal to 1/2. സോ വാട്ട് അബൌട്ട് എ? ഓൾറെഡി എനിക്ക് കിട്ടിക്കഴിഞ്ഞു. എ is equal to what? 0. സോ എനിക്ക് വേണ്ടത് 3 ക്വാണ്ടിറ്റീസ് ആയിരുന്നു, അൺനോൺ ക്വാണ്ടിറ്റീസ്. പവർ എ, ബി, സി, 3 കിട്ടിയില്ലേ? യെസ്. സി is equal to -1/2, ബി is equal to 1/2, എ equal to 0. സോ എല്ലാം പൊക്കിക്കൊണ്ടുപോയി ഈ ഒരൊറ്റ ഫോർമുലയിൽ കൊടുക്കാം. സോ ടൈം ഈ 3 ഫോർമുലേനെയും ഞാൻ ഒരൊറ്റ ഫോർമുലയൊക്കെ എഴുതിയാൽ ഐ ക്യാൻ സിംപ്ലി റൈറ്റ് ദിസ് ആസ് m raised to a, L raised to b, g raised to c. ഓക്കെ, ശരിയല്ലേ? അപ്പോൾ എ എനിക്ക് കിട്ടി. എ എന്താ? 0 ആണ്. ദാറ്റ് മീൻസ് വാട്ട്? നത്തിങ് ബട്ട് മാസ് ഫോർമുലയിൽ ഇല്ല. m raised to 0 എന്ന് പറഞ്ഞുണ്ടോ? വാട്ട് ഇസ് m raised to 0? 1. എനി നമ്പർ raised to 0 is 1. സോ L raised to b. b എത്രയാ? 1/2. വാട്ട് ഇസ് c? c എത്രയാ? -1/2. -1/2. So T is equal to T directly proportional to 1/2. Any number raised to 1/2 എനിക്ക് എങ്ങനെ എഴുതാം? റൂട്ട് എൽ എന്ന് എഴുതാം. എനി നമ്പർ raised to -1/2 എനിക്ക് എങ്ങനെ എഴുതാം?
1/2 can be written as 1/√g. So time period in the approximate formula of a simple pendulum is equal to, we can remove this proportionality, ഈ proportionality നമുക്ക് കളയാൻ with a constant k. k ന്റെ വാല്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, സോ ഒരു കോൺസ്റ്റന്റ് ആണെന്ന് മാത്രം അറിയാം. റൂട്ട് ഈ രണ്ടും കൂടി ഞാൻ ഒരൊറ്റ റൂട്ടിൽ എഴുതാണ്. t is equal to, this is the formula for time period of a simple pendulum. ഇനി നമുക്ക് ലിമിറ്റേഷൻസ് ഓഫ് ഡയമെൻഷണൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ, ഇറ്റ് ഡസ് നോട്ട് ഗിവ് എനി ഇൻഫർമേഷൻ അബൌട്ട് ദി ഡയമെൻഷൻ ലെസ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ടൈം പീരീഡ് ഓഫ് എ പെൻഡുലത്തിൻ്റെ ഫോർമുല ആയിരുന്നു ടി ഈസ് ഈക്വൽ ടു കെ ഈസ് എ കോൺസ്റ്റൻറ്റ് √L/g. ബട്ട് കെ കോൺസ്റ്റൻ്റ് ആണെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് കെ നമുക്കറിയില്ല. ആക്ച്വലി ഇറ്റ് ഈസ് ടി ഈസ് ഈക്വൽ ടു 2π√L/g. നമ്മളത് പഠിക്കും കുറച്ചുകൂടി കഴിഞ്ഞാൽ. ഓക്കെ, സോ ആ കെനെ കുറിച്ചിട്ട് ഒരു വിവരവും നമുക്ക് എവിടെ നിന്ന് കിട്ടൂല? ഡയമെൻഷണൽ അനാലിസിസ് വഴി കിട്ടൂല. ക്ലിയർ അല്ലേ? ദ നെക്സ്റ്റ് വൺ, വെക്ടർ സ്കേലർ question mark അറിയില്ല. we don't know whether the calculated formula is coming as a vector quantity ആണോ സ്കേലാർ ക്വാണ്ടിറ്റി ആണോ നമുക്കറിയില്ല. ഓക്കെ, വെക്ടർ എന്താണ് സ്കേലാർ എന്താണെന്നുള്ളത് we will learn in the next few chapters. okay, can't derive any formula for a trigonometric or exponential function എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? നമുക്ക് ഇപ്പോൾ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത്തും ആക്സലറേഷനൊക്കെ ആണെങ്കിൽ, ഇഫ് അവർ ഫോർമുല ഇസ് ഹാവിങ് എനി ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, നമുക്ക് ട്രിഗ്നോമെട്രിക്കോ എക്സ്പോണൻഷ്യലിയോ ആയ ഫോർമുലകളൊന്നും ഏത് വഴി ഡിറൈവ് ചെയ്യാൻ പറ്റൂല? ഡയമെൻഷണൽ അനാലിസിസ് വഴി ഡിറൈവ് ചെയ്യാൻ പറ്റൂല. ഓക്കെ, സോ ഇത് ചോദിക്കാറുണ്ട് സ്കൂൾ എക്സാംസിന്. ഓക്കെ, സോ ഇതായിരുന്നു നമ്മുടെ പാർട്ട് 1 യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൻ്റെ തിയററ്റിക്കൽ പോർഷൻ. സോ ഇത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെഷനും കൂടി കൺസെപ്ഷ്യൽ ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് സ്കൂളിലെ എൻട്രൻസിനെ, മെഡിസിൻ, എഞ്ചിനീയറിംഗ്, നീറ്റ്, JEE ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യണം. ഓക്കെ, സോ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിയാൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ ദിസ് ഇസ് ദി എൻഡ് ഓഫ് അവർ പാർട്ട് 1 യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസ്. വി വിൽ സീ ഇൻ അവർ നെക്സ്റ്റ് കൺസെപ്ഷ്യൽ പോർഷൻ. ഓക്കെ, താങ്ക് യു.